പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ കുരിശിലൂടെ തന്റെ മരണത്തിലൂടെ രക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ വിമോചനം സാധ്യതമാക്കിയ കർത്താവിന്റെ വലിയ കരുണ സ്വന്തമാക്കിക്കൊണ്ട് ഈ വലിയ ആഴ്ചയിൽ നമ്മളായിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ ഹോശാന വിളികളോടെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വലിയ ആഗ്രഹമാണ് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ലോകം മുഴുവനും ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കരുണയിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മളെ മക്കളെ ഈ കരുണയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തില് 3 ഉപമകൾ കർത്താവ് പറയുന്നുണ്ട്. 1, നഷ്ടപ്പെട്ടു പോയ ആട്. 2, നഷ്ടപ്പെട്ടു പോയ നാണയം. 3, നഷ്ടപ്പെട്ടു പോയ മകൻ അല്ലെങ്കിൽ ധൂർത്തപുത്രൻ. ഈ 3 സംഭവങ്ങളിലും നമ്മൾ കാണുന്നത് സ്വർഗത്തിന്റെ വലിയൊരു മനസ്സിനെ കുറിച്ചാണ്. അവിടെ ഈശോ പറയുന്നുണ്ട്, അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗീയർ സന്തോഷിക്കുന്ന വലിയ അനുഭവം. ആ 99 ആടുകളും നഷ്ടപ്പെടാത്ത അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി പോകുന്ന നല്ല ഇടയൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തിരിച്ചു അതിനെ കിട്ടുമ്പോ സന്തോഷിക്കുന്ന, തോളിലേറ്റ് സന്തോഷിക്കുന്ന ദൈവപിതാവിന്റെ സ്വർഗത്തിന്റെ സന്തോഷം ഈശോ പറയാം. നഷ്ടപ്പെട്ടു പോയ നാണയം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്, ആ നാണയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അടിച്ചു വാരി ആ സ്ത്രീ അവസരം കണ്ടുപിടിക്കുമ്പോ നമ്മളെല്ലാവരെയും വിളിച്ച് പറയാ, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കിട്ടി, സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ 2 സംഭവത്തിലും ഇത് അന്വേഷിച്ചു പോകുന്നു, അടിച്ചു വാരിത്തിരയുന്നു. ധൂർത്തപുത്രൻ, അവനെ നഷ്ടപ്പെട്ടു പോയപ്പോ ഈ പിതാവ് അവന്റെ പിന്നാലെ പോയില്ല. കാരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ദൈവം കാത്തിരിക്കുന്നുണ്ട് തിരിച്ചു വരവിന് വേണ്ടി. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനം നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവന് സുബോധമുണ്ടായി. സുബോധം എന്താണ്? എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു. എന്റെ പിതാവിന്റെ ഭവനം, പിതാവിന്റെ സ്നേഹം, അപ്പന്റെ കരുണ, ഇതെല്ലാം അവനറിയാം. അവനതെല്ലാം വിട്ടിട്ട് സ്വമനസാല് തീരുമാനിച്ച് ഉറപ്പിച്ച് ചോദിച്ചു വാങ്ങി സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങിപ്പോയതാ. ഇന്ന് നമ്മുടെയൊക്കെ കാര്യത്തിലും നമ്മുടെ മക്കളുടെ കാര്യത്തിലും ഇന്ന് പ്രത്യേകമാവിധം നമ്മൾ സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ഒരു മേഖല, നമ്മുടെ മക്കൾക്ക് കർത്താവിങ്കിലേക്ക് സുബോധത്തോടെ തിരിച്ചു വരാനുള്ള ഒരു വലിയ അനുഗ്രഹത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിലേക്ക് തിരിച്ചു വരാത്തിടത്തോളം കാലം കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഈ കുരിശില് ഈ നിലയില്ലാത്ത കരുണ നമുക്ക് വേണ്ടി ഒഴുക്കി കഴിഞ്ഞു. സന്ദേശങ്ങള്, വചനങ്ങള്, കുരിശുമരണം, അതിനോട് ചേർന്ന് പോകുന്ന കൂദാശകള് എല്ലാം നൽകി. എന്നാല് നമ്മുടെ ഉത്തരവാദിത്തമാണ് മാനസാന്തരത്തിലൂടെ, പശ്ചാത്താപത്തിലൂടെ സുബോധം. ഞാൻ ഈ പന്നിക്കുട്ടിൽ കിടക്കേണ്ടവനല്ല, ഞാൻ ഈ ചെളിക്കുണ്ടിൽ കിടക്കേണ്ടവനല്ല, ഞാൻ ഈ പന്നി തിന്നിരുന്ന തവിട് തിന്നേണ്ടവനല്ല. ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തില് അപ്പന്റെ മകനാണ്, അപ്പന്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കൾ കിടക്കുന്ന ചില മേഖലയുണ്ട്. തോൽവിയില്, ദുശീലത്തില്, ചില അഡിക്ഷൻസില്, ലഹരിയില്, മൊബൈലിന്റെ പിടിയില് തോറ്റ് തകർന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ ഡിപ്രഷനില് ഭയന്ന് നിരാശപ്പെട്ട് കഴിയേണ്ടവരല്ല നമ്മുടെ മക്കള്. ഇത് അറിഞ്ഞിട്ട് നമ്മുടെ മക്കൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. എഴുന്നേൽക്കണം, എന്നിട്ട് പറയണം,
ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് പോകും. അപ്പനോട് പറയും, പിതാവേ, അങ്ങേക്കെതിരായ സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ പുത്രനെ വിളിക്കാൻ എനിക്ക് യോഗ്യതയില്ല. എളിമപ്പെട്ട് മനസാന്തരത്തിന്റെ ചൈതന്യത്തോടെ തിരിച്ചു വന്നാൽ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു കാരുണ്യവാനായ ദൈവമുണ്ട്. ഓടി ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പാദരക്ഷകൾ അണിയിച്ച് പുതിയ വസ്ത്രം നൽകി മോതിരം നൽകി വിരുന്നാഘോഷിക്കുന്ന ഒരു വലിയ അനുഭവം ഈ വലിയ ആഴ്ചയിൽ നമ്മെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് ജീവൻ തരാൻ വേണ്ടി ജീവൻ അർപ്പിച്ച് എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും തകർത്തെറിഞ്ഞ് കുരിശിൽ മരിച്ച് തന്റെ മരണത്താൽ മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്തത്തിൽ കഴിയേണ്ടിയിരുന്നവരെ മോചിപ്പിച്ച കർത്താവിന്റെ രക്ഷാകര പദ്ധതികൾ എബ്രായർ 2:15 ഈ വചനത്തിൽ അത്ഭുത ശക്തി സ്വന്തമാക്കിയെടുക്കാൻ നമ്മുടെ മക്കൾക്ക് സുബോധം ലഭിക്കണം. നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സുബോധം ലഭിക്കണം. ഇന്ന് അനേക മക്കൾക്ക് സുബോധം നഷ്ടപ്പെട്ട് ദൈവത്തെ വിട്ട് ചെളിക്കുണ്ടില് പന്നികൾക്ക് ഇടയിലെന്ന പോലെ ശവകുടീരങ്ങൾക്കിടയിൽ വസിക്കുന്ന അനേക മക്കൾ ഈ സുബോധം ലഭിക്കാൻ വേണ്ടി ദൈവകരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പല അമ്മച്ചിമാരെയും വിളിക്കുമ്പോൾ പറയും, ജീവിത പങ്കാളി ഭർത്താവ് കുമ്പസാരയില്ല, കൂദാശയില്ല, പ്രാർത്ഥനയില്ല, മദ്യപാനം, തോന്നിയമാതിരി ജീവിക്കുന്നു. മക്കള് അതിനേക്കാൾ ഏറെ പാപത്തില്, തിന്മയില്, അനുസരണക്കേടില്, പള്ളിയില്ല, കൂദാശയിലാണ് ജീവിക്കുന്നു. എന്റെ മക്കളെ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് ഈ ഒരു സുബോധം വേണം. ഈ ദിവസങ്ങളൊക്കെ കുമ്പസാരത്തിന്റെ ദിവസങ്ങളാണല്ലോ. വലിയ ആഴ്ചയില് നല്ല പോലെ കുമ്പസാരിച്ച് സുബോധത്തോടെ, ചുമ്മാ പേരിനല്ല, ആണ്ടുകുമ്പസാര നടത്താനല്ല, സുബോധത്തോടെ കുമ്പസാരത്തിന് വേണ്ട 5 കാര്യങ്ങളൊക്കെ ഓർക്കുക. തിരുസഭയുടെ കൽപ്പനകള്, മൂലപാപങ്ങള്, അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങള്, സ്വർഗം പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങള്, കാറ്റഗിസത്തിന്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്തു വെച്ച് നല്ല പോലെ ഒരുങ്ങി കുമ്പസാരിച്ച് നമുക്ക് സുബോധത്തോടെ കർത്താവിന്റെ ഈ കരുണ സ്വന്തമാക്കാൻ അപ്പന്റെ അരികിലേക്ക് ദൂർത്തപുത്രനെ പോലെ ഓടി അണയാൻ നമുക്കും ഇടയാകട്ടെ. ആടിന് ബുദ്ധിബോധമൊന്നുമില്ല, നാണയത്തിന് ജീവൻ പോലും ഇല്ല. അതുകൊണ്ട് ഇടയൻ അന്വേഷിച്ചു പോയി, നാണയത്തെ ആ സ്ത്രീ തെരഞ്ഞുപോയി. എന്നാൽ നമ്മെ തെരഞ്ഞ് അന്വേഷിച്ച് അപ്പൻ വരില്ല. കാരണം മക്കൾക്കറിയാം, നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചതാ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ കരുണ വെളിപ്പെടുത്തി തന്നതാ, കുരിശിൽ ഉയർത്തപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടതാ, ഉദാശകളിലൂടെ തന്നെ നൽകിയതാ. അത് അറിഞ്ഞ് അപ്പന്റെ ഭവനത്തിൽ വസിച്ച നമ്മൾ അപ്പന്റെ പടിവിട്ടിറങ്ങിപ്പോയത് കൊണ്ട് ആ സുബോധത്തോടെ അപ്പന്റെ ഭവനത്തിന്റെ സ്നേഹവും കരുണയും അറിഞ്ഞുകൊണ്ട് തിരിച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ തിരിച്ചു വരവാണ് കരുണയുടെ ഉത്സവം, കരുണയുടെ ആഘോഷം. അതാണ് കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ, ഉത്ഥാനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട രക്ഷ. ആ വലിയൊരു കരുണയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, പേരക്കിടാങ്ങള്, എല്ലാവർക്കും വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, പുരാ സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, ഈ ലോകം മുഴുവനും വേണ്ടി ഒരു സുബോധം കിട്ടിയാൽ നമ്മുടെ ലോകം മുഴുവനും ഈ കരുണയിലേക്ക് തിരിച്ചു വരും. ഉറപ്പാ, വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. സുബോധം എപ്പോഴും ഈ ക്രൂശിതനിലേക്ക്, ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മെ ഓടി അണയിപ്പിക്കും. അതുകൊണ്ട് ഈ സുബോധത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ സുബോധം കിട്ടിയാൽ നമ്മുടെ മക്കളും എഴുന്നേൽക്കും, നമ്മുടെ കുടുംബങ്ങൾ എഴുന്നേൽക്കും, ഓടിയണയും കർത്താവിന്റെ കരുണയിലേക്ക് ചേർത്ത് പിടിക്കാൻ. ചങ്ക് കുത്തി തുറന്ന് ഇതാ തിരുരക്തവും തിരുജലം ഒഴുക്കി നിലയില്ലാത്ത കടൽ പോലെയുള്ള കരുണ നമുക്കായി സംലഭ്യമാക്കിയിരിക്കുന്ന കർത്താവിന്റെ കരുണയിലേക്ക് ഓടിയണയാൻ നമുക്കിടയാകട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി അല്പസമയം പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാരം ബലിയർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണ നിലയില്ലാത്ത കടൽ പോലെയാണെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ ആ കരുണയിലേക്ക് ചേർത്ത് പിടിക്കുന്ന കർത്താവേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ ഈ കരുണയിലേക്ക് ഓടി അണയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നല്ലോ. ഞങ്ങളുടെ സ്വാതന്ത്ര്യം കൊണ്ട് ഞങ്ങൾ പാപം ചെയ്ത് ദൂർത്തപുത്രനെ പോലെ പടിയിറങ്ങി പോകുമ്പോ സുബോധത്തോടെ
ഞങ്ങൾ തിരിച്ചു വരണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ നിലയില്ലാത്ത കടലൊരുക്കി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കാത്തിരിക്കുന്നല്ലോ. ഈശോയെ, ഞങ്ങൾ ഇന്ന് പ്രത്യേകമാവിധം വലിയൊരു കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ ഒരു വലിയ സുബോധം ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. സുബോധം ലഭിച്ച ധൂർത്തപുത്രൻ എഴുന്നേറ്റ പോലെ പാപത്തില്, ഒത്തിരി സ്നേഹബന്ധത്തില്, ജഡിക പാപത്തില്, വ്യഭിചാരത്തില്, മദ്യപാനത്തില്, ലഹരിക്കടിമപ്പെട്ട്, മൊബൈൽ അടിമപ്പെട്ട്, പഠനം മുടങ്ങി, ജീവിതത്തില് ഒത്തിരി തകർച്ചകൾ നേരിട്ട് മുന്നോട്ട് പോകാൻ പോലും പറ്റാത്ത വിധത്തില് പ്രത്യാശയില്ലാതെ നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവേ, ഈ സുബോധം നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കള്, ജീവിത പങ്കാളി, സഹോദരങ്ങള്, ഒപ്പം കത്തോലിക്ക തിരുസഭയെ മുഴുവൻ, വൈദികരെ, സന്യസ്തരെ, അഭിവന്ദ്യ പിതാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ച് ഈ വലിയ സുബോധത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ സമർപ്പിക്കുന്ന കർത്താവേ, ഒത്തിരി മാരക പാപത്തില്, പൈശാചിക ആരാധനകളില്, പൈശാചികമായ ജഡിക സിനിമകള്, മാധ്യമങ്ങള്, മീഡിയ, തീവ്രവാദം, കൊലപാതകം, ഒത്തിരി പൈശാചിക ആരാധനകള് കർത്താവെ, അങ്ങയുടെ ഈ കരുണയിലേക്ക് തിരിച്ചു വരാതെ ഒരിക്കലും രക്ഷപ്പെടില്ല. കർത്താവെ, ഈ ഒരു തിരിച്ചറിവ്, സുബോധം നൽകി ഈ സുബോധത്തിന്റെ ആഴങ്ങളിലേക്ക് അനേക മക്കൾ കടന്നു വരുവാൻ, അനേക മക്കൾ എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും കടന്നു വരാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങയിലേക്ക് തിരിച്ചു വന്നാൽ അങ്ങയുടെ കരുണ ധൂർത്തപുത്രന്റെ അപ്പനെ പോലെ കാത്തിരിക്കുന്ന കരുണയാണ്, ഓടി വരുന്ന കരുണയാണ്, ചേർത്ത് പിടിക്കുന്ന കരുണയാണ്. നഷ്ടപ്പെട്ടു പോയ സമാധാനം, വിശുദ്ധി എല്ലാം തിരിച്ചു നൽകി ഞങ്ങളെ വീണ്ടും ദൈവമക്കളാക്കുന്ന, സമാധാനത്തിലും വിശുദ്ധിയിലും നിറയ്ക്കുന്ന വലിയ കരുണയാണല്ലോ ഈശോയെ. ആ കരുണയിലേക്ക് എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും വിശ്വസിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇവരുടെ മക്കള്, ഇവരുടെ കുടുംബാംഗങ്ങള് എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. വേദനിക്കുന്ന മക്കളെ ഓർത്ത് ഒത്തിരി കരയുന്ന മക്കൾ വഴി പിഴച്ചു പോകുന്നതും ചെളിക്കുണ്ടി കിടക്കുന്നത് കണ്ട് ചങ്കപൊട്ടി കരയുന്ന അമ്മമാര്, അപ്പച്ചമാര്, സ്വയെ ഇവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കള്, പരീക്ഷയെ തോറ്റു കിടക്കുന്ന മക്കള്, ഒത്തിരി ഭയപ്പെട്ടിരിക്കുന്ന മക്കള്, അടിമപ്പെട്ട് മൊബൈലിനും ജഡികാസക്തികൾക്കും തെറ്റായ സ്നേഹബന്ധങ്ങൾക്കും ലൗകികാത് പോലുള്ള വശീകരണ യന്ത്രങ്ങൾക്കും അടിമപ്പെട്ടു പോയ മക്കള്, സ്വയെ സുബോധം നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചു വരാൻ, അങ്ങയുടെ അരികിലേക്ക് ഓടി അണയാൻ, കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവേ അങ്ങയുടെ കരുണയിലേക്ക് തിരിയാൻ, ഈ കരുണ സ്വന്തമാക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക സ്വാധീനങ്ങളെ, അന്ധകാര ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ തന്നെ, കുരിശുമരണ ശക്തിയാൽ തന്നെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കെട്ടപ്പെട്ട കെട്ടുകള്, അടയ്ക്കപ്പെട്ട എല്ലാ കണ്ണുകള് യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. ബുദ്ധി പ്രകാശിക്കട്ടെ, മനസ്സ് പ്രകാശിക്കട്ടെ, വികാരങ്ങൾ പ്രകാശിക്കട്ടെ, സുബോധം ഉണ്ടാകട്ടെ. ബോധമണ്ഡലങ്ങൾ ഇപ്പോൾ പ്രകാശം നിറയട്ടെ. അസുബോധത്തില് കർത്താവേ, ഞങ്ങളുടെ മക്കൾ തിരിച്ചു വരാൻ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മക്കളിൽ കനിയേണമേ. ഒരു നിമിഷം നമ്മുടെ മക്കളെ സമർപ്പിക്കാം. കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, സഹോദരങ്ങളെല്ലാവരും സമർപ്പിക്കാം. ഈ വലിയ ആഴ്ചയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ധൂർത്തപുത്രനെ പോലെ സുബോധത്തോടെ പാപമേറ്റു പറഞ്ഞു കുമ്പസാരിച്ച് ഈ കരുണയിലേക്ക് ഓടി അണയുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അങ്ങനെ വലിയ വിമോചനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, വിശുദ്ധിയുടെ സ്വഭാവനത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ വലിയ സന്തോഷം എല്ലാ മക്കൾക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ. ഈശോയെ, അതിനായിട്ട് ശുശ്രൂഷപ്പാകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ സമർപ്പിക്കുന്നു, പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായി സുബോധത്തിന്റെ അഭിഷേകം നൽകണമേ എന്ന് കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായിട്ട് നമ്മുടെ മക്കളുടെ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിലെ നിയോഗങ്ങളും ലോകം മുഴുവന്റെയും അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ കരുണയുടെ ആശീർവാദത്തിനായിട്ട് ഒരു നിമിഷം നമുക്ക് നിശബ്ദമായി പ്രാർത്ഥിച്ചൊരുങ്ങാം.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയെ, വലിയ മോചനം സ്വന്തമാക്കാൻ ബോധത്തോടെ അങ്ങയുടെ അരികിലേക്ക് ഓടിയണയാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായി അങ്ങയുടെ കരുണ ചൊരിയണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാ മക്കളും അങ്ങയുടെ ഈ കരുണയിലേക്ക് ഓടി അണയട്ടെ. ഈശോയെ, ആ കരുണ സ്വന്തമാക്കട്ടെ. ഈശോയെ, അതിനുള്ള സുബോധം ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ സുബോധം നൽകി കരുണ ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ ഈ കരുണ കടലിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കണമേ. ഈശോയെ, നന്ദി കർത്താവെ. ആമേൻ.